മതസൗഹാർദ്ദം വിളിച്ചോതി കോഴിക്കോട് ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി മതസൗഹാർദ്ദം തകർക്കാൻ ബോധപൂർവം ശ്രമങ്ങൾ നടക്കുന്ന വർത്തമാനകാലത്ത് വടക്കൻ മലബാറിലെ പ്രശസ്തമായ ഓർക്കാട്ടേരി ചന്തയും ക്ഷേത്രോത്സവവും വേറിട്ട കാഴ്ചയാണ്. കോഴിക്കോട് ഏറാമല പഞ്ചായത്തിലെ ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിക്ക് ചാർത്താനുള്ള കാച്ചിമുണ്ട് സമർപ്പണത്തോടെയാണ് താലപ്പൊലി മഹോത്സവത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഭഗവതിക്കുള്ള കാച്ചിമുണ്ട് സമർപ്പിക്കുന്നത് ഓർക്കാട്ടേരിയിലെ കായക്കൊടി മുസ്ലിം തറവാട്ടിൽ നിന്നാണ്. പതിവ് പോലെ ഇത്തവണയും തറവാട്ട് പ്രതിനിധിയായ അബ്ദുള്ള ഭഗവതിക്ക് ചാർത്താനുള്ള കാച്ചിമുണ്ട് നൽകിയതോടെയാണ് ഉത്സവത്തിന് ആരംഭം കുറിച്ചത്. ഇത് ഓർക്കാട്ടേരി ശിവക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഉത്സവത്തിന് ഉപ്പാൻ്റെ ഉമ്മ പാത്തുമ്മയാണ് ഈ മുണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അവർക്ക് ആളുശേഷം ഉപ്പ കൊടുക്കുകയും അതിനുശേഷം 22 കൊല്ലമായി ഞാനാണ് കൊടുക്കുന്നത്. ഈ മുണ്ട് കിട്ടിയതിന് ശേഷമാണ് ഇവിടെ ഉത്സവം തുടങ്ങുന്നത്. കാച്ചിമുണ്ടിന് പിന്നിലുമുണ്ട് മതസൗഹാർദ്ദത്തിൻ്റെ നിറമുള്ള കഥ. കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന ഭഗവതി പുതുക്കുളങ്ങര എന്ന സ്ഥലത്ത് വെച്ച് കായക്കൊടി മുസ്ലിം തറവാട്ടിലെ പാത്തുമ്മ എന്ന സ്ത്രീക്ക് ദർശനം നൽകിയെന്നതാണ് ഐതിഹ്യം. അതിൻ്റെ സ്മരണക്കായി അവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ടാക്കാൻ സ്ഥലം നൽകിയെന്നാണ് കരുതുന്നത്. ഇതിന് പകരമായി ഉത്സവകാലത്ത് ദേവിക്ക് ചാർത്താൻ കാച്ചിമുണ്ട് നൽകണമെന്നായിരുന്നു ആവശ്യം. ഒരു മതമൈത്രിയുടെ ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടത്തിലുള്ള ക്ഷേത്ര ആരാധനയുമായി ബന്ധപ്പെടുകയും അവർക്കൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് ഉത്സവവേളകളിൽ ഇവിടെ നടക്കുന്നത്. ഈ ദേശത്തിൻ്റെ ഉത്സവമായി ആണ് നാട്ടുകാർ ഇതിനെ കാണുന്നത്. ഉത്സവം കൊടിയേറുന്ന ദിവസം തന്നെയാണ് ഓർക്കാട്ടേരി ചന്തയ്ക്കും തുടക്കമാകുന്നത്. മതസാഹോദര്യത്തോടൊപ്പം ഒരു ജനത ഒറ്റ മനസ്സോടെ പങ്കെടുക്കുന്ന മലബാറിലെ പ്രധാന ആഘോഷ പരിപാടി കൂടിയാണ് ഓർക്കാട്ടേരി ചന്ത. കൈരളി ന്യൂസ്, കോഴിക്കോട്.